ലിജോ, നമ്മൾ ലിജോൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. ഇനി നമുക്കതിൻ്റെ റിവ്യൂ അറിയാം. സിബി സർ, സ്ലേറ്റ് പെൻസിൽ എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. സ്ലേറ്റ് പെൻസിൽ അതിനകത്ത് പറയുന്ന വിഷയം അത്ര പുതുമയില്ല. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസം ആർജിക്കാൻ കഴിയാതെ പോകുന്ന ആൾക്കാർക്ക് അതിനോടുണ്ടാകുന്ന പാഷനും അത് ലഭിച്ചവർക്ക് അത് അത്ര നിസ്സാരമായി കാണുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഇതിനകത്തോട് പറയാൻ ശ്രമിച്ചത്. അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ അതൊരു എന്താണ് ഒരു പേസിങ്ങിലൊക്കെ കാര്യത്തിൽ വളരെ കുറച്ച് നമുക്ക് ഇയാൾ മുറിയിൽ വന്നിരുന്ന് വീട്ടിൽ വന്നിരുന്ന് വായിക്കുകയും അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കുറച്ച് കുറയ്ക്കാമായിരുന്നു. അത്രയും ഡീറ്റെയിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പോവുകയും പുസ്തകം കിട്ടുകയും പുസ്തകത്തിലേക്ക് വായിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നവരുടെ നമ്മളുടെ എന്താണ് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പം എത്രയും ചുരുക്കത്തിൽ അത് പറഞ്ഞു പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. കുഴപ്പങ്ങൾ അധികമൊന്നുമില്ല. കാരണം ഇതിന് മുമ്പ് നമ്മളുടെ മുമ്പുള്ളൊരു എപ്പിസോഡിൽ വന്ന ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ മേക്കിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഒരു മേക്കിങ്ങിനകത്തൊരു കുറച്ചുകൂടെ ഒരു കൺട്രോൾ തോന്നിയ ഏതായാലും ഓവറോളൊരു കുഴപ്പമില്ലാത്ത വർക്കാണ്. എനിക്ക് ഇങ്ങനൊരു ഏരിയയിൽ ചോദിക്കാൻ തോന്നുന്നുണ്ട്, ആര് കാണാനാണിത് ചെയ്തത്? ആരായിരിക്കും ഇതിൻ്റെ ഒരു ഓഡിയൻസ്? ഇത് കോമൺലി ഇതിപ്പോൾ ഒരു സ്പെസിഫൈ ചെയ്ത് ഇന്ന ഓഡിയൻസ് കാണണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഒരു കഥ തോന്നി, അത് ആളുകളിലേക്ക് എത്തിക്കണം, ഷോർട്ട് ഫിലിമിലൂടെ എത്തിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ഈ ചോദ്യം ചോദിക്കാതിരുന്നതാണ് അതിൻ്റെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ആരാണിത് കാണാൻ പോകുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പോലും നമ്മൾ കോളേജിലുള്ള ടീച്ചറോട് സംസാരിക്കുന്നത് പോലെയല്ലല്ലോ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെയല്ലല്ലോ നമ്മുടെ സഹോദരിയുടെ കുട്ടിയോട് സംസാരിക്കുന്നത്. ഇതിനൊക്കെ ഭാഷയുടെയും രീതികളും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ആരാണ്, ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്ന് സ്പെസിഫൈ ചെയ്താൽ തന്നെ സാറ് പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ കുറേ ഇതിന്ന് തന്നെത്താൻ ഒഴിവായി പോകും. ഇതിപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു, നമുക്കിഷ്ടമുള്ള പോലെ ഇങ്ങനെ ഷോർട്ടൊക്കെ ഇങ്ങനെ ടെൽറ്റപ്പ് ചെയ്ത് സ്ലോവിലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവനൊരു പ്രശ്നമുണ്ടേ, ഇത് ആരെ കാണിക്കാനാ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം തൊട്ടത് ചോദിച്ച് തുടങ്ങാറായി തോന്നുന്നു. അതർവൈസ് മേക്കിങ്ങിൽ ഒരു നല്ല ഡീസൻറ്റ് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഈ ലെങ്ത്തൊക്കെ ആയിട്ടൊന്ന് ലൂസായിട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. കാരണം ഡയലോഗില്ലാതെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്തു പോകുമ്പോൾ ആളുകളിലേക്ക് അത് എന്താണ് സംഭവം എന്ന് പെട്ടെന്ന് എത്തിയില്ലെങ്കിലും എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓരോ എലമെൻറ്റ് ഞാൻ ഓരോ ഭാഗങ്ങളിൽ തൊട്ട് പോയത്. സംഭാഷണം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. ചില കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമാണെന്ന് നമ്മൾ 5 പ്രാവശ്യം പറയുമ്പോൾ കേൾക്കുന്നവന് നോടെയാണ്. ഈ ചില ഇൻറ്റൻസിറ്റി നമ്മളെ കൂടുതൽ ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ചില സംശയം നമുക്ക് ഉറപ്പില്ലാതെ. അതെ. ഇപ്പോൾ ഇവൻ ഈ ബുക്കിൽ ഇത്രമാത്രം ആ ബുക്കിനെ താലോലിക്കുമ്പോൾ അതിലൊരു കള്ളത്തരം വരും. അതിന് നോർമലായിട്ടല്ല, ഒരു പരിധി വരെ നമുക്ക് പോകാം. പിന്നെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊരു സംശയം, നമുക്കേ സംശയം. പിന്നെ ഇത് കത്തിക്കാൻ തുടങ്ങിയിട്ട് കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്രയൊന്നും. അപ്പോൾ ഇതിനെ നമ്മൾ ഓവർ സ്ട്രെസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഈ വിശ്വാസ്യത ചോർന്നു അങ്ങനെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു. ഈ സൈലൻറ്റ് ഫിലിം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നൊരു ഫിലിം തന്നെയാണത്. അപ്പോൾ ആരും സംസാരിക്കാതെ നമ്മൾ പറയേണ്ട മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അതിനർത്ഥം ഒരിക്കലും മാക്സിമം മനസ്സിലാവുന്നത് വരെ ഒരു ഷോട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നതിനർത്ഥമില്ല സത്യത്തിൽ. അതെനിക്കൊരു കാര്യം തോന്നി. പിന്നെ ഈ ലിജോയുടെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, വളരെ സ്വദേശപരമാണ് സിനിമകളെല്ലാം. ബ്ലഡ് ഫസ്റ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് അത് തന്നെ, ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നല്ല അതായത് ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് നമുക്കറിയുന്ന മീഡിയം യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അത്
ഇൻ എ ബെറ്റർ വേ ആക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് അതിൻ്റെ ഒരു മേക്കിംഗ് ആസ്പെക്ട് കുറേ കൂടി നന്നാവണം. അത് ശ്രമിച്ചാൽ കഴിയാത്തൊരു കാര്യമല്ല. കൂടുതൽ സിനിമകൾ കാണുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിന് വേണ്ടി എനിക്കതാണ് ഫീൽ ചെയ്യുന്നത്. മുൻപത്തെ ഇതിൻ്റെ ക്യാമറാമാനും ഇതിൻ്റെ ക്യാമറാമാനും ഒരാൾ തന്നെയാണോ? ഒരാൾ തന്നെയാണ്. എഡിറ്ററും ക്യാമറാമാനും ഒരാൾ തന്നെയാണ്. പക്ഷേ രണ്ടാമത് ചെയ്തപ്പോൾ ആൾ കുറച്ച് ബിസി ആയിപ്പോയി. വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫാക്കൽറ്റി ആയിട്ട് കയറി. അപ്പോൾ അങ്ങനെ ആൾക്കത് എന്നോടൊപ്പം കുറച്ച് നേരം ഇരിക്കാനുള്ള സമയം. കൈയടക്കമുണ്ട് ഫ്രെയിമുകൾക്ക്. ഇതിൽ കമ്പയർഡ് ടു ഈ ബ്ലഡ് എന്ന് പറഞ്ഞ ഫിലിം ഇതിന് കുറച്ചുകൂടി വൃത്തി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഇത്രയും ഇതായിട്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് പോലൊരു വളരെ റെസൊല്യൂഷൻ കുറഞ്ഞൊരു ക്വാളിറ്റി പിക്ചറൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റീരിയർ ഷോട്ട്സൊന്നും നമ്മൾ കാണുകയില്ല. എന്താണ് അവിടെ ആരാണ് നിൽക്കുന്നതെന്ന് പോലും നമ്മൾ അറിയില്ല. അങ്ങനത്തെ ചില ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഇപ്പോൾ വേറൊരു ആൾ കാണാൻ വേണ്ടി നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ പയ്യൻ്റെ ഷോൾഡറിലെ ബാഗ് നല്ല ഫ്രഷായിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. കുട്ടികളുടെ ബാഗ് കണ്ടിട്ട് ഇയാൾ കാണിക്കുമ്പോൾ ഇയാളെ സ്ഥിരമായിട്ട് ഇങ്ങനെ അയാളുടെ സഞ്ചി അത് പുത്തം മേടിച്ച് കയ്യിലോട്ട് കൊടുത്ത പോലെ ഉണ്ട്. എന്നാൽ അയാൾ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ടല്ലേ അത് പെരുമാറുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ആക്രിക്കടയിൽ ആ പുള്ളി പോക്കറ്റിലിരുന്ന് പൈസ കംപ്ലീറ്റ് കൊടുത്തോന്നെങ്കിൽ എപ്പോഴും കുറച്ച് കാശ് വെക്കുള്ളൂ. ഞാൻ വരുന്ന കസ്റ്റമേഴ്സിന് അവർ മൊത്തം കൊടുത്തെന്ന് തോന്നിക്കോട്ടെ, അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാവും. ഷൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പുള്ളി വളരെ വൃത്തിയാണ്. അത് ഒറിജിനൽ ആക്രിക്കടയിലെ ഉടമസ്ഥ തന്നെയാണ്. അത് അമ്മയുടെ മുഖം നമ്മൾ കണ്ടേ ഇല്ല. അമ്മ ഇടയ്ക്ക് അമ്മയുടെ മകൻ്റെ ലൈറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റ് അധികം യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നോർമലായിട്ട് വീഡിയോ ലൈറ്റ് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയായി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആർക്കും ഒഴിവില്ല. ഈ ആർട്ടിസ്റ്റിനും പിന്നെ ഈ പയ്യനായിട്ട് അഭിനയിക്കാൻ ക്ലാസ്സിൽ പോകേണ്ടതൊക്കെയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ ഇല്ലാത്തതുകൊണ്ട് അന്ന് തന്നെ ആ വൈകുന്നേരം ചെയ്തതാണ്. അപ്പോൾ ലോ ബജറ്റിൽ ചെയ്തൊരു സംഭവം ആയതുകൊണ്ട് ലൈറ്റിങ്ങിന് കുറച്ച് ഇഷ്ടം പറ്റും. പിന്നെ അല്ല, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറയാനുള്ള ലൈക്ക് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്സ് ലൈക്ക് മാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ തന്നെ തന്നു. എനിക്ക് തോന്നി ഇത് തന്നെ. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പുള്ളൊരു ഷോർട്ട് ഫിലിം കണ്ടു, ബ്ലഡ് കണ്ടു, ഇത് കണ്ടു. അപ്പോൾ ലിജോ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നന്മ നിങ്ങളിലുണ്ട്. അതായത് ഓരോ സിനിമകളും ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ സിനിമയ്ക്കും ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ 2-3 സിനിമകൾ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വേറെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഒരു ലൈക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ആസ് എ മേക്കർ അല്ലെങ്കിൽ ആസ് എ ഫിലിം മേക്കർ കുറച്ചും കൂടെ വളരാനുള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ഈ ഫീഡ്ബാക്സ് എല്ലാം എടുത്ത് കുറച്ച് കൂടുതൽ നന്നായിട്ടൊരു മേക്കിങ്ങിലെ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി നല്ലൊരു സിനിമ ചെയ്യാനുള്ള എല്ലാ ഭാഗവും ഉണ്ട്. ലിജോ, റിവ്യൂ നമ്മൾ അറിഞ്ഞു. ഇനി മാർക്കിടേണ്ട സമയമാണ്. നമുക്ക് കുറച്ചങ്ങോട്ട് നീക്കാം. ശിവ സാർ, ലിജോയ്ക്കുള്ള മാർക്ക് അറിയാമെന്നതാണ്. നമ്മളുടെ ഡിസ്കഷൻ്റെ അത് തന്നെയാണ് മാർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അറിയാമല്ലോ, ഇപ്പോൾ എൻ്റെ കാറ്റഗറി അറിയാം, ഒരു മറ്റൊരു ഫിലിമായിട്ട് വന്നുകൊണ്ടിട്ട്. എങ്കിലും എൻ്റെ ഒരു ഇപ്പം നിങ്ങളുടെ മറ്റൊരു ഫിലിം എന്നുള്ളൊരു കുറേയും കൂടി കൈയൊതുക്ക് ഇതിനുണ്ടായിരുന്നു എന്നുള്ളത് ഡിസ്കഷനിൽ നിന്ന് ഒരു പറഞ്ഞു കാണും. എന്തായാലും ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു കോൺസെപ്റ്റ്, സിനിമോട്ടോഗ്രാഫി, എഡിറ്റ്, ആ ടെക്നിക്കൽ സെക്ഷന് കോൺസെപ്റ്റിന് വലിയൊരു പുതുമ പറയാനില്ല എന്നുള്ളത് നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 5 മാർക്കാണ് അതിന് 10-ലിട്ടിരിക്കുന്നത്. ദെൻ സിനിമോട്ടോഗ്രാഫി കുറച്ച് പണിയുള്ള പണിയായിരുന്നു എന്നുള്ളത് പറയപ്പെട്ടതാണ്. അതിന് 6 മാർക്കും, എഡിറ്റ് 6, ഓഡിയോഗ്രാഫി അങ്ങനെ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ഓഡിയോ ഇതില്ല, അതിന് 5 മാർക്സും, പിന്നെ ആ പയ്യൻ്റെ പെർഫോമൻസ് അതിൽ 6 മാർക്കുമാണ്. അങ്ങനെ 28 മാർക്സാണ് ടെക്നിക്കൽ സെക്ഷന് നമ്മൾ കൊടുക്കുന്നത്. ഡയറക്ഷന് 25 മാർക്സ്. അങ്ങനെ 53 മാർക്സാണ് 100-ൽ സ്ലേറ്റ് പെൻസിലിന് കിട്ടിയിരിക്കുന്നത്.
അവാൻഗാർഡ് പവേഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലിജോ പാണാടൻ സംവിധാനം ചെയ്ത സ്ലേറ്റ് പെൻസിൽ എന്ന ഷോർട്ട് ഫിലിമാണ്. ജഡ്ജസ് കൊടുത്തിരിക്കുന്ന മാർക്ക് 53 ഔട്ട് ഓഫ് 100. ഇനി ലിജോന് ആവശ്യം നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്കാണ്. നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റ്, ഇമെയിൽ ID, ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.